സിനിമാ സെറ്റിൽ വെച്ച് നടി വിൻസി അലോഷ്യസിനോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോ. ഫിലിം ചേംബറിനും ഇന്റേണൽ കമ്മിറ്റിക്കുമാണ് വിൻസി പരാതി നൽകിയിരുന്നത്. IC യോഗത്തിൽ വെച്ച് തന്നെയാണ് ഷൈൻ ടോം വിൻസിയോട് മാപ്പ് പറയുകയും ഇനി മോശമായി പെരുമാറില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തത്. പരാതിയിൽ പറഞ്ഞിരുന്ന കുറ്റാരോപിതന്റെ പേര് പുറത്തുവിട്ടതിലെ അതൃപ്തി വിൻസി IC യോഗത്തിൽ പ്രകടിപ്പിച്ചു. പോലീസിൽ പരാതി നൽകാൻ താൽപ്പര്യമില്ലെന്നും സിനിമയ്ക്കുള്ളിൽ തന്നെ തീർക്കാനാണ് താൽപ്പര്യമെന്നും വിൻസി നേരത്തെ പറഞ്ഞിരുന്നു. വിൻസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും പറയാനുള്ളത് ഒറ്റയ്ക്കൊറ്റയ്ക്കും ഇരുവരെയും ഒന്നിച്ചിരുത്തിയും IC കേട്ടു. ICയുടെ ഏത് തീരുമാനവും അംഗീകരിക്കാമെന്ന് പറഞ്ഞാണ് വിൻസി മടങ്ങിയത്. തിങ്കളാഴ്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന IC യോഗത്തിൽ വിൻസി ഒറ്റയ്ക്കാണ് എത്തിയത്. ഷൈൻ ടോം ചാക്കോ കുടുംബത്തിനൊപ്പവും എത്തി. താൻ മനഃപൂർവ്വം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തന്റെ സ്വാഭാവികമായ ശൈലി ഇതാണെന്നും പറഞ്ഞ ഷൈൻ ആ ശൈലി ഇനി ആവർത്തിക്കില്ലെന്നും ഉറപ്പു നൽകി. തന്റെ പെരുമാറ്റം മോശമായി തോന്നിയെങ്കിൽ മാപ്പ് പറയുന്നുവെന്നും ഷൈൻ പറഞ്ഞു. എന്നാൽ ഷൈനും വിൻസിയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് മെയിൽ റിലീസിനൊരുങ്ങുന്ന സൂത്രവാക്യം. ഇപ്പോൾ സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവ് ശ്രീകാന്ത് കന്ദ്രകുല ഇരുവർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിൻസിയും ഷൈനും സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും സഹകരിക്കുന്നില്ലെന്നു മാത്രമല്ല, ഇവരുടെ സമീപനം സിനിമയെ മോശമായി ബാധിക്കുന്നുവെന്നും താൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ പുറത്തുവിട്ട സ്പെഷ്യൽ പോസ്റ്റർ പോലും ഇരു താരങ്ങളും പങ്കുവച്ചിട്ടില്ല. നിർമ്മാതാവായ ശ്രീകാന്ത് കന്ദ്രകുല ഹൈദരാബാദ് സ്വദേശിയാണ്. അദ്ദേഹം ആദ്യമായി മലയാളത്തിൽ നിർമ്മിക്കുന്ന ചിത്രമായിരുന്നു സൂത്രവാക്യം. മലയാളത്തിലെ സിനിമ മേക്കിംഗ് ഇഷ്ടമായതുകൊണ്ടാണ് ഇവിടെ വന്നതെന്നും ഒരുപാട് സിനിമകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും ശ്രീകാന്ത് പറയുന്നു. ഈ വിവാദത്തിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. സെറ്റിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ല. പ്രസ് മീറ്റിന് ശേഷം വിൻസിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഷൈൻ ടോമുമായുള്ള പ്രശ്നം സെറ്റിലുണ്ടായിരുന്ന കുറച്ചു പേർക്കൊക്കെ അറിയാമായിരുന്നുവെന്നാണ് വിൻസി തന്നോട് പറഞ്ഞിരുന്നത്. ഞാനിപ്പോഴും ആവർത്തിക്കുന്നത്, ഈ വിഷയത്തിൽ എന്നോട് നേരിട്ടാരും പരാതി പറഞ്ഞിട്ടില്ലെന്നാണ്. ഈ വിവാദത്തിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. എന്റെ സിനിമയെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ ഒരുപാട് സിനിമകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ആദ്യ സിനിമ കൊണ്ട് ഞാൻ നേരിടേണ്ടി വരുന്നത് വലിയ വെല്ലുവിളികളാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. നന്നായി ഉറങ്ങിയിട്ട് ദിവസമായി. വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നും ശ്രീകാന്ത് കന്ദ്രകുല പറയുന്നു. ഈ ചിത്രം കാണാൻ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് വരില്ലെന്നാണ് പലരും ഫോൺ വെച്ച് പറയുന്നത്. വിതരണക്കാർ ചിത്രം എടുക്കില്ലെന്നും പറയുന്നു. എന്റെ സിനിമയ്ക്ക് വേണ്ടി പോരാടുകയാണ് ഞാൻ. പ്രേക്ഷകർ എന്റെ സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. വിതരണക്കാരും തിയേറ്റർ ഉടമകളും ചിത്രം തിയേറ്ററുകളിലെത്താൻ സഹായിക്കുകയും വേണം, അദ്ദേഹം പറഞ്ഞു. റെജിനസ് ബാബു തിരക്കഥ ഒരുക്കിയിരിക്കുന്ന സൂത്രവാക്യം നവാഗതനായ യൂജിൻ ജോസ് ചിറമൽ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ, വിൻസി അലോഷ്യസ്, ദീപക് പറമ്പോൾ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്.